നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കുന്നു. ആറ്റിങ്ങലിൽ വി ജോയിയും കൊല്ലത്ത് M മുകേഷും മത്സരിക്കും. KK ശൈലജ വടകരയിലും C രവീന്ദ്രനാഥ് ചാലക്കുടിയിലും മത്സരിക്കും. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും. മുൻ ലീഗ് സംസ്ഥാന സെക്രട്ടറി KS ഹംസ പൊന്നാനിയിൽ മത്സരിക്കും. വിവരങ്ങൾ നൽകുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത്തുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും കോഴിക്കോട് നിന്ന് S വിനീഷ് കുമാറും MS അനീഷ് കുമാറും CV അനുമോദും എന്നോടൊപ്പം ചേരും. ഒപ്പം ടോം കുര്യാക്കോസ് എറണാകുളത്ത് നിന്നും ചേരും. ആദ്യം ഞാൻ TG സജിത്തിലേക്ക് പോവുകയാണ്. സജിത, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റുള്ള കനത്ത തോൽവിക്ക് മറുപടി നൽകാൻ ഇത്തവണ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു പറ്റം സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക CPM മുന്നോട്ട് വെക്കുന്നു, അല്ലേ? തീർച്ചയായും മിഥുൻ സൂചിപ്പിച്ചതാണ് അതിന്റെ പശ്ചാത്തലം. 2019 വലിയ തിരിച്ചടിയിൽ നിന്നും ഇത്തവണ തിരികെ എത്താൻ മികച്ച സ്ഥാനാർത്ഥി പട്ടിക CPM-ന് അനിവാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ശക്തമായൊരു നിര പൂർണ്ണമായും വന്നില്ല എന്ന് വിലയിരുത്താമെങ്കിൽ കൂടിയും ഏറെക്കുറെ ഭേദപ്പെട്ട ഒരു പട്ടികയാണ് ഇപ്പോൾ CPM തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും അന്തിമ പട്ടിക എന്ന് നമുക്ക് പറയാൻ വയ്യ. കാരണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വിലയിരുത്തൽ, ഒരു തയ്യാറെടുപ്പാണ് ഈ പട്ടിക. പക്ഷേ ഇതിന് സംസ്ഥാന സമിതിയാണ് അന്തിമ അംഗീകാരം നൽകേണ്ടത്. സ്വാഭാവികമായും സംസ്ഥാന സമിതിയിലേക്ക് വരുമ്പോൾ ചില അഭിപ്രായ പഠനങ്ങൾ കൂടി ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും മാറ്റം ഉണ്ടായേക്കാം എന്നതാണ്. ഇതിൽ ആശയക്കുഴപ്പമായി ഇപ്പോഴും സാധ്യത നമുക്ക് തോന്നുന്ന ചില ഇടങ്ങൾ പ്രത്യേകം പരാമർശിക്കേണ്ടി വരുന്നത്, ഒന്ന് ഈ ആലത്തൂർ മണ്ഡലത്തിൻ്റെ സാന്നിധ്യമാണ്. കാരണം ആലത്തൂരിൽ മത്സരിക്കേണ്ടി വരുന്നത് K രാധാകൃഷ്ണനാണ്. അദ്ദേഹം സംസ്ഥാന മന്ത്രിസഭാംഗമാണ് എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് മന്ത്രിസഭാംഗത്തെ മത്സരിക്കുമ്പോൾ പലതുകൊണ്ടും മറു ആലോചനകൾ നടത്തേണ്ടി വരും. ഒന്ന്, ആ മണ്ഡലത്തിൽ അദ്ദേഹം വിജയിച്ചു കയറിയാൽ ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. ഒപ്പം തന്നെ മന്ത്രിസഭയിൽ പുതിയതായ ഒരാളെ ഉൾപ്പെടുത്തേണ്ടി വരും. മികച്ച പ്രതിച്ഛായ ഉള്ള ഒരാളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടി, ഇങ്ങനെ പല ഘടകങ്ങളും CPM-ന് പരിഗണിക്കേണ്ടി വരും. ഇത്തരം പരിഗണനകളും ചർച്ചകളും ഒക്കെ ഒരുപക്ഷെ CPM നടത്തിയിട്ടുണ്ടാകുമെന്നതാണ്. മാത്രമല്ല, K രാധാകൃഷ്ണൻ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന കാര്യം നേരത്തെ അറിയിച്ചതാണ്. പക്ഷേ അത് മറികടന്നുകൊണ്ട് CPM നേതൃത്വം അദ്ദേഹത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തി എന്നത് വേണം ഇപ്പോൾ ഈ നിൽക്കുന്ന ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. 2 വനിതകൾ ഇത്തവണ ലോക്സഭയിൽ CPM-ന് വേണ്ടി കളത്തിലിറങ്ങും. അതൊന്ന് വടകരയിൽ KK ശൈലജയും മറ്റൊന്ന് എറണാകുളത്ത് KS ഷൈനുമാണ്. ഷൈൻ KSTA നേതാവാണ് എന്ന് മാത്രമല്ല, അവർ പറവൂരെ നേരത്തെ കൗൺസിലർ ആയിരുന്നു, നഗരസഭാ കൗൺസിലർ ആയിക്കൂടിയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 വനിതകളാവും CPM-ന് വേണ്ടി ഇത്തവണ ലോക്സഭയിൽ കളത്തിലിറങ്ങുക എന്ന പ്രത്യേകതയുമുണ്ട്. നേരത്തെ ഒരു പൊതുസമ്മതനെ എറണാകുളത്ത് കളത്തിലിറക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം CPM-ന് വിജയിച്ച് കയറാൻ അത്ര എളുപ്പമുള്ള ഇടമല്ല എറണാകുളം. പക്ഷേ അവിടെ ഇത്തവണ ഒരു പൊതുസമ്മതനെ തന്നെ പതിവുപോലെ കളത്തിലിറക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാർട്ടി നേതാവിനെ തന്നെ കളത്തിലിറക്കി മത്സരം കൊഴിപ്പിക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം എന്നതാണ് ഈ പട്ടികയിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം. ഇനി മറ്റു പട്ടികയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, കാസർഗോഡ് MV ബാലകൃഷ്ണൻ അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ കരുത്തനെ തന്നെ കളത്തിലിറക്കി മത്സരം കൊഴിപ്പിക്കുക തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. കണ്ണൂരേക്ക് വരുമ്പോഴും അവിടെയും MV ജയരാജനാണ്. നമ്മൾ നേരത്തെയും പ്രതീക്ഷിച്ചതാണ്. CPM-ന്റെ 3 ജില്ലാ സെക്രട്ടറിമാരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. അതൊന്ന് കാസർഗോഡാണ്, മറ്റൊന്ന് കണ്ണൂരെ MV ജയരാജനാണ്, മറ്റൊന്ന് തിരുവനന്തപുരത്തെ വി ജോയിയാണ്. വി ജോയി ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ആറ്റിങ്ങലിലാണ് മത്സരിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ CPM-ന്റെ പട്ടിക തയ്യാറായിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. വടകരയിൽ KK ശൈലജയാണ്. വടകരയെ സംബന്ധിച്ച് ശക്തമായ പാർട്ടിക്ക് വേരോട്ടമുള്ള ഇടമാണെങ്കിൽ കൂടിയും അവിടെ തിരിച്ചടി നേരിടുന്നത് മറ്റു ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അവിടെയാണ് ഒരുപക്ഷെ CPM-ന് സംസ്ഥാനത്ത് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എന്നതാണ് KK ശൈലജയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വടകര തിരിച്ചുപിടിക്കുക തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. അത് മുൻനിർത്തിയാണ് അവിടെ KK ശൈലജ എന്ന നേതാവിനെ തന്നെ കളത്തിലിറക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. എളമരം കരീം നിലവിൽ രാജ്യസഭാംഗമാണ്. രാജ്യസഭാംഗമായിരിക്കെ തന്നെ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. കാരണം രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പൂർത്തിയാവും. അപ്പോൾ അദ്ദേഹം വീണ്ടും ലോക്സഭയിൽ മത്സരിക്കുന്നു എന്നതാണ് പ്രത്യേകത. കോഴിക്കോട് എളമരം കരീമിൻ്റെ തട്ടകമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇത്തവണ കടുത്ത പോരാട്ടം നടത്താൻ തന്നെയാണ് അവിടെ CPM തയ്യാറെടുക്കുന്നത് എന്നാണ് പ്രത്യേകതയുള്ള കാര്യം. പാലക്കാട് A വിജയരാഘവനാണ്. പാലക്കാടും ഇടതുകോട്ട എന്നറിയപ്പെടുന്നിടത്ത് കഴിഞ്ഞ തവണ അട്ടിമറി വിജയമാണ് അവിടെ UDF നേടിയത്. 11,000-ൽ പരം വോട്ടുകൾക്കാണ് ശ്രീകണ്ഠൻ അവിടെ വിജയിച്ച് കയറിയത്. അവിടെ DCC പ്രസിഡന്റായിരുന്ന ശ്രീകണ്ഠൻ. ഇത്തവണ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM ഒരുങ്ങുമ്പോൾ 1989-ൽ അവിടെ ലോക്സഭാംഗമായിരുന്ന A വിജയരാഘവനെ തന്നെയാണ് CPM ഇത്തവണ കളത്തിലിറക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. പക്ഷേ പ്രാദേശികമായി A വിജയരാഘവൻ്റെ പേരിന് അത്ര പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല. M സ്വരാജിനെ പോലെയുള്ള യുവമുഖങ്ങളെ അവിടെ പരീക്ഷിക്കണം എന്നതായിരുന്നു അവിടെ പ്രാദേശികമായി ഉണ്ടായിരുന്ന വികാരം. പക്ഷേ അത് CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് A വിജയരാഘവൻ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ
പാലക്കാട് മത്സരിക്കാൻ കളത്തിലിറങ്ങുന്നതിന്റെ കാര്യം. ആലത്തൂരാണ് നമ്മൾ നേരത്തെ പരാമർശിച്ചു പോയത്. കെ രാധാകൃഷ്ണന്റെ പേരാണ്. കെ രാധാകൃഷ്ണൻ തന്നെ അവിടെ പരീക്ഷിക്കുന്നു എന്നത് പറയുമ്പോൾ ആ പാർട്ടി കോട്ടയിൽ വിജയത്തിനപ്പുറം CPM മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് സാഹചര്യം. പക്ഷേ രാധാകൃഷ്ണൻ മത്സരരംഗത്ത് വരുമ്പോൾ CPMന്റെ മറ്റു ചില രാഷ്ട്രീയ വാർത്തകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം മന്ത്രിസഭാ അംഗത്തിൽ നിന്നും രാധാകൃഷ്ണനെ മാറ്റുമ്പോൾ അത് മറ്റു ചില ചർച്ചകൾക്കും ഇടവെച്ചേക്കാം. അത് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ AM ആരിഫ്, ആലപ്പുഴയിൽ ഇത്തവണ ആരിഫിനെ മാറ്റി മറ്റൊരു പരീക്ഷണം ഉണ്ടാകും. G സുധാകരന്റെ പോലെയുള്ള പേരുകൾ നമ്മൾ ചർച്ചയിൽ ഉയർന്നു കേട്ടതാണെങ്കിലും പക്ഷേ അവിടെ AM ആരിഫിന്റെ പേരിന് തന്നെയാണ് പ്രാമുഖ്യം നൽകുന്നത്. സിറ്റിംഗ് MP, CPMന്റെ സംസ്ഥാനത്തെ ഒരേ ഒരു ലോക്സഭാംഗത്തെ തന്നെ വീണ്ടും ആലപ്പുഴയിൽ കളത്തിലിറക്കാൻ തീരുമാനിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ചാലക്കുടിയിൽ C രവീന്ദ്രനാഥിന്റെ സാധ്യത തീർച്ചയായും അദ്ദേഹം ജനകീയനാണ്. സംസ്ഥാന മന്ത്രിസഭാംഗമായിരുന്നു, 2 തവണ നിയമസഭാംഗമായിരുന്നു. അതുകൊണ്ട് രവീന്ദ്രനാഥ് ചാലക്കുടിയിൽ ഒരു ആപ്റ്റായ സ്ഥാനാർത്ഥി എന്ന് CPM കണക്കാക്കുന്നു.